വാ. ആ ടീം ഇവിടെ ഇല്ല, പോയെന്ന് തോന്നുന്നു. എന്നെ പിടിച്ച് പോയതായിരിക്കും. എന്താ നോക്ക്. സച്ചേട്ടാ, ശ്രുതിയുടെ ഇളയച്ചനല്ലേ അത്? ഇതെന്താ ഇവിടെ? അമ്മാവൻ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? താലികെട്ട് സമയത്തൊന്നും അമ്മാവനെ കണ്ടില്ലല്ലോ. താലികെട്ട് ഞാനില്ലെങ്കിലും നടക്കും. ഞാനില്ലെങ്കിൽ നടക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും എന്റെ കണ്ണെത്തണമായിരുന്നു. തിരക്കായി പോയി. തിരക്കിനിടയിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ പോലും മറന്നു. അമ്മാവനാ? മാളു, അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ. അതെ, അതാണ് ഫെബിന്റെ അമ്മാവൻ. എന്റെ സുഹൃത്തിന്റെ മകനെയും മരുമകളെയും കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിവരാ, സച്ചിയും രേവതിയും. ഇവരിവിടെ നിന്ന് പോയെന്നല്ലേ ശ്രുതി പറഞ്ഞത്? പെട്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എടുത്തിയാടി ഓടിയല്ല. ആന്റി, സുധി, ഇതാണ് എന്റെ ഇളയച്ചൻ. അയാള് ശ്രുതിയുടെ ഇളയച്ചനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടേക്കോ ഒരു പന്തികേടുണ്ട്. പച്ചക്കറി കട്ട് ചെയ്യുന്ന പോലെ അല്ല അദ്ദേഹം കട്ട് ചെയ്യുന്നേ. ഇറച്ചിക്കടയിൽ ഇറച്ചി വിട്ടുന്ന പോലെയാ. അതെ, എനിക്കും തോന്നി. രവിയേട്ടാ, അച്ഛനെ അവരെല്ലാരും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞു മോളെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ?